ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ലാവോസിന്റെ പാർട്ടി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വാങ്വിയങ്ങിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഒരുപാട് ലൈംസ്റ്റോൺ മലകളും ലഗൂണുകളും ഒക്കെയുള്ള ലാവോസിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വാങ്വിയങ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് നാംസോങ് നദിയിലൂടെയുള്ള ട്യൂബിംഗ്. പക്ഷെ 2011 മാത്രം 27 ടൂറിസ്റ്റുകൾ മദ്യപിച്ച് ട്യൂബിംഗ് ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഗൈഡഡ് ട്യൂബിംഗ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ. കൂടാതെ ലോകത്തിലെ ഏറ്റവും ചീപ്പായി ഹോട്ട് എയർ ബലൂൺ റൈഡ് ചെയ്യാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് വാങ്വിയങ്. വാങ്വിയങ്ങിൽ യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം സ്കൂട്ടറാണ്. സ്കൂട്ടർ യാത്രയോടൊപ്പം തന്നെ മനോഹരമായ ലൈംസ്റ്റോൺ മലകളും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി ക്യാപിറ്റൽ ആയിരുന്ന വാങ്വിയങ്ങിലെ ബാറുകളും മയക്കുമരുന്നുകളും അവിടെയുള്ള ഗ്രാമവാസികൾക്ക് വരെ ഭീഷണിയാകുമെന്ന് വന്നപ്പോൾ 2012 ലാവോസ് ഗവൺമെന്റ് അതെല്ലാം അടിച്ചുപൂട്ടി വാങ്വിയങ്ങിനെ ഇപ്പോൾ കാണുന്ന ഇക്കോ പാരഡൈസ് ആക്കി മാറ്റി. പക്ഷെ ഇപ്പോഴും ചെറിയ തോതിൽ മയക്കുമരുന്നുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ മെനുവിന്റെ കൂടെ മയക്കുമരുന്നുകളുടെ ഒരു മെനുവും കൂടെ കിട്ടി. നെറ്റിൽ നോക്കിയപ്പോൾ ചിലപ്പോഴെല്ലാം പോലീസുകാരുടെ മിന്നൽ റെയ്ഡ് ഉണ്ടാവുകയും പിടിക്കപ്പെടുന്നവർ 2000 USD, അതായത് 1.5 ലക്ഷം രൂപ വരെ ഫൈൻ കൊടുക്കേണ്ടതായും വന്നിട്ടുണ്ട്. 2012 ഗവൺമെന്റ് ക്രാക്ക് ഡൗണിന് ശേഷം ഇവിടെ വരുന്ന വെസ്റ്റേൺ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. അതേസമയം ജപ്പാൻ, കൊറിയ, മറ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി. വാങ്വിയങ്ങിലെ പ്രധാന അട്രാക്ഷൻസ് ആയ ചുണ്ണാമ്പുകല്ല് മലകളും അതിനിടയിലുള്ള ഗുഹകളും ലഗൂണുകളും എല്ലാം നാംസോങ് നദിയുടെ മറുവശത്താണ്. നദിയുടെ ഒരു വശത്ത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും. ലൈംസ്റ്റോൺ മലകളുടെ മുകളിലുള്ള 2-3 വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട്. അതിലൊന്നായ നാംഷായ് വ്യൂ പോയിന്റിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. റോഡിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞതിൽ പിന്നെ എല്ലാം മോശം റോഡുകളാണ്. വ്യൂ പോയിന്റിലെത്തി താഴെ നിന്നും ഇവിടേക്ക് 450 മീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും കുത്തനുള്ള കയറ്റം കുറച്ച് പാടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള കാർസ് മൗണ്ടൻസ് എല്ലാം കാണാം. അങ്ങ് ദൂരെ കാണുന്നതാണ് ഞാൻ വന്ന വഴി. മല കയറി വരുന്നവർക്ക് വിശ്രമിക്കാനായി ഇവിടെ ഒരു ചെറിയ കുടിലുണ്ട്. അടുത്തതായി ബ്ലൂ ലഗൂൺ 1ലേക്ക്. ഇവിടെയുള്ള ലഗൂണുകൾക്കെല്ലാം ബ്ലൂ ലഗൂൺ 1, 2, 3 എന്നിങ്ങനെ ഓരോ നമ്പർ ഉണ്ട്. ബ്ലൂ ലഗൂൺ 1 ആണ് ഏറ്റവും ഫേമസ്. അതിന്റെ കാരണം വാങ്വിയങ് നഗരത്തിന് ഏറ്റവും അടുത്താണ് എന്നത് മാത്രമാണ്. ഈ കാണുന്ന നീല ലഗൂണിൽ മഴക്കാലത്ത് മണ്ണ് കലങ്ങിയ വെള്ളം നിറഞ്ഞ് ബ്രൗൺ കളറാകും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്
ബ്ലൂ ലഗൂൺ കാണാൻ പറ്റിയ സീസൺ. ഈ മരത്തിന്റെ മുകളിൽ കയറി നിന്ന് ലഗൂണിലേക്ക് ചാടുന്നതാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. പിന്നെ നീന്തലും. മണ്ണിന് തൊട്ടടുത്ത് തന്നെ ഒരു ഗുഹയുണ്ട്, താം ഫോ കം കേവ്. ഗുഹയിലേക്ക് കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഇവിടെ അടുത്തൊരു സിപ്പ് ലൈൻ ഉണ്ട്. അത് ചെയ്യാൻ പോകുന്നതാണ് ഇവരൊക്കെ. ഗുഹയ്ക്കകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് ടോർച്ച് വേണം. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ ഫോണിലും ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ആദ്യ ഭാഗങ്ങളിലൊക്കെ ഗുഹയിലേക്കുള്ള ഡയറക്ഷൻ കല്ലിന്മേൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വഴിയൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ഗുഹാമുഖത്ത് തിരിച്ചെത്തി. കയറ്റത്തെക്കാൾ വിഷമമാണ് ഇറക്കം. ഇനി നേരെ ബ്ലൂ ലഗൂൺ 3. ബ്ലൂ ലഗൂൺ 2 പോകുന്നില്ല. ഈ പോകുന്ന വഴി കുറേ ഗ്രാമങ്ങളുണ്ട്. റോഡിൽ വാഹനങ്ങൾ തീരെ ഇല്ലാന്ന് തന്നെ പറയാം. 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും റോഡ് മോശമായതുകൊണ്ട് 50 മിനിറ്റ് എടുത്തു. ബ്ലൂ ലഗൂൺ 1, 2 എന്നിവയേക്കാൾ വലുതാണ് 3. ഒരു വശത്തുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് സിപ്പ് ലൈനിൽ പോകുന്നത് പോലെ പോയി ലഗൂണിന്റെ നടുവിൽ എത്തുമ്പോൾ താഴേക്ക് ചാടുന്നതാണ് ഇവിടുത്തെ പ്രധാന പരിപാടി. ഞാനത് ചെയ്യാൻ പോവുകയാണ്. നേരം വൈകിയത് കൊണ്ട് വേറൊരു വ്യൂ പോയിന്റിൽ പോയി സൂര്യാസ്തമയം കാണാനുള്ള പ്ലാൻ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ സന്ധ്യ ആവാറായി. അതുകൊണ്ട് വഴിയിൽ നിർത്തി സൂര്യാസ്തമയം കണ്ടു. ഇതോടെ ലാവോസിലെ എൻ്റെ യാത്ര അവസാനിച്ചു. പക്ഷെ യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയ യാത്രകളുമായി വീണ്ടും കാണാം.